ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലെ ആദ്യത്തെ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് ഗ്രോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഓഹരികൾ തന്നെയുണ്ട്. ഇന്ത്യയുടെ ഗ്രോത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ വരും വർഷങ്ങളിൽ ഇപ്പോൾ ഏത് സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്ടർ ആവും ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ആലോചിക്കാം. പക്ഷേ നിക്ഷേപിക്കും മുമ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. growmf.in/tmi ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കും മുമ്പ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി. ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കോട്ടാണിത്. ദർ ആർ ഡീക്കേഡ്സ് വേർ നത്തിങ് ഹാപ്പൻസ് ആൻഡ് ദർ ആർ വീക്സ് വേർ ഡീക്കേഡ്സ് ഹാപ്പൻ. അപ്പം ഈ ഒരു ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു കോട്ടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? COVID-19, റഷ്യ ഉക്രൈൻ വാർ, ഇന്നിപ്പം ഇസ്രായേൽ-ഹമാസ് വാർ. 2020 ശേഷം ലോകത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പം ഒക്ടോബർ 7 രാവിലെ ആഗോളതലത്തിൽ പാലസ്തീൻ ഭീകര സംഘം ഹമാസ് ഇസ്രായേലിനെതിരെ അപ്രത്യക്ഷമായ ഭീകരാക്രമണം നടത്തി. അപ്പം ഇതിന് മറുപടിയായിട്ട് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. Arguably the biggest escalation that has been witnessed in years, the Palestinian militant faction Hamas and Israel appear to be in an all-out war. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ജിയോ പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയി. ആഗോളതലത്തിൽ ടെൻഷൻ കൂട്ടുക മാത്രമല്ല ഇത് ചെയ്ത്, പക്ഷേ ഇത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിലും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ യുദ്ധത്തിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് പോയാൽ ഏതൊക്കെ സെക്ടേഴ്സ് അതുപോലെ സ്റ്റോക്സ് ആവും ബാധിക്കപ്പെടുന്നത്, ഇതായിരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇസ്രായേൽ-ഹമാസ് യുദ്ധം എങ്ങനെ ഇന്ത്യനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം 18,000 ഇന്ത്യക്കാരാണ് ഇസ്രായേലിൽ സ്റ്റുഡൻസ് ആയിട്ടും കെയർ ഗിവേഴ്സ് ആയിട്ടും IT പ്രൊഫഷണൽ ഡയമണ്ട് ട്രേഡേഴ്സ് ഒക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നത്. പക്ഷേ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഉടനെ ടെൽ അവീവിലുള്ള ഇന്ത്യൻ എംബസിയിൽ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായ അഭ്യർത്ഥനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത്രമാത്രമല്ല, പല ഇന്ത്യൻ കോർപ്പറേറ്റ്സിനും ഇസ്രായേലിൽ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ TCS, SBI, സൺഫാർമ, ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര, അതുപോലെ തന്നെ അദാനി പോർട്സ്. അപ്പം ഇവരെയൊക്കെ യുദ്ധം ബാധിക്കപ്പെട്ടേക്കാം. അപ്പോൾ അദാനി റീസെന്റ് ഹൈഫ പോർട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ന്യൂസ് പുറത്ത് വന്നപ്പോഴേക്കും അദാനി പോർട്ട് മൺഡേ 3.6% ഇടിഞ്ഞത്. അപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇന്ത്യയുടെ പെട്രോളിയം പ്രൊഡക്റ്റ് എക്സ്പോർട്ടിന്റെ 4th ലാർജസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയപ്പോൾ ട്രേഡിന്റെ എണ്ണമൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2022 ഫൈനാൻഷ്യൽ ഇയറിനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ പെട്രോളിയം പ്രൊഡക്റ്റ് എക്സ്പോർട്സ് ഇസ്രായേലിലേക്ക് 3.5 ഇരട്ടിയായിട്ടാണ് കൂടിയത്. 1992 രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നല്ല രീതിയിൽ കൂടി. 1992 ഡയമണ്ടുകൾ മാത്രമേ ട്രേഡ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ അവരുടെ ട്രേഡ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഡയമണ്ട് മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അത് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ടെക്സ്റ്റൈൽസ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, പെട്രോളിയം പ്രോഡക്ട്സ്, പേൾസ്, പ്രഷ്യസ്, അതുപോലെ തന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺസിലേക്കും കൂടി വന്നു. അപ്പം ഇതിന്റെ കൂടെ ഫ്രാൻസ് അതുപോലെ റഷ്യ കഴിഞ്ഞിട്ട് ഇസ്രായേലാണ് നമ്മുടെ ലാർജസ്റ്റ് ഡിഫൻസ് എക്യുപ്മെന്റ് സപ്ലയർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ ഒരു പതിറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ഗുഡ്സിന്റെ ഒരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏത് തരത്തിലാണ് ഒരു റവല്യൂഷൻ സംഭവിച്ചേക്കുന്നുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 2009-10 രത്നങ്ങൾ, ജ്വല്ലറി, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഡോമിനേറ്റ് ആയി നിന്നത്. പക്ഷേ 2022-23 ഇതൊക്കെ പെട്രോളിയം പ്രൊഡക്ട്സ്, അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസ്, അത് ലൈക്ക് ഇപ്പോൾ ഡയമണ്ട്, അതുപോലെ പേളിലേക്കൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് സ്ഥാനം. പക്ഷേ ഇസ്രായേലിന് വരുന്ന ഇമ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ടോപ്പ് 2 പൊസിഷനിൽ വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല. പക്ഷേ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സും കൂടി വന്നപ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ രാജ്യം ടെക്നോളജി സ്പേസിൽ ഇസ്രായേലിനെ എവിടെയൊക്കെയോ ആശ്രയിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഈ ഒരു യുദ്ധം നടക്കും മുമ്പ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ട്രേഡ് നല്ല രീതിയിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായാലും നമ്മുടെ ഇൻഡസ്ട്രീനെ ബാധിക്കും. അപ്പോൾ എത്ര അത് ബാധിക്കും? അപ്പം ഇത് എത്ര നാൾ യുദ്ധം നീണ്ടു നിൽക്കുന്നു അതനുസരിച്ചിട്ടാവും ഇത് വരുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് ഇസ്രായേലിൽ നല്ല ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. അപ്പോൾ ഏപ്രിൽ 2020 മെയ് 2023 ഇടയ്ക്കായിട്ട് ഇന്ത്യക്ക് ഇസ്രായേലിൽ $383 മില്യൺ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് മുന്നോട്ടേക്ക് നീണ്ടിപ്പോയാൽ ആദ്യം ഇമ്പാക്റ്റ് ക്രൂഡ് ഓയിലായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയപ്പോൾ ക്രൂഡ് ഓയിൽ വില 5% കുതിച്ചുയർന്നായിരുന്നു. എന്നിട്ട് സാറ്റർഡേ പെർ ബാരലിന് $86 ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിൻലി ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാവും, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ പെട്രോളിൻ്റെ വില കൂടും. അപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാം എക്സ്പെൻസീവ് ആവും. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് കൂടുന്നത് കാരണം ഓയിൽ സപ്ലൈ ഡ്രൈ ആവാം. അപ്പോൾ ഇതപ്പം ഓയിലിൻ്റെ വില കൂടാൻ വേണ്ടിയിട്ടും കാരണമാവാം. കൂടാതെ ഈ ഒരു കാര്യം ഇന്ത്യയിൽ പണപ്പെരുപ്പത്തെ ഒരിക്കൽ കൂടി പുറത്തു കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയും നല്ല പ്രതികൂലമായിട്ട് തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇപ്പം പണപ്പെരുപ്പം കൂടുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി തന്നെ നിൽക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇക്കോണമിയുടെ ഗ്രോത്ത് വളരെ പതുക്കെ ആവുമെന്നാണ്. അപ്പം ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി. സോ ഗ്ലോബലി ഇക്കണോമിക് സ്ലോ ഡൗൺ വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗ്ലോബൽ ഡിമാൻഡ് മോശമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ഓയിൽ മിനിസ്റ്റർ ശ്രീ ഹർദീപ് സിംഗ് പുരി ഈ ഒരു വരാനിരിക്കുന്ന അൺസർട്ടനിറ്റി നമ്മൾ പക്വതയോടെ തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഒരു സെയിം സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചലഞ്ചുകൾ കാരണം നമ്മുടെ ഇക്കോണമി ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ അല്ലെങ്കിൽ ക്ലീനർ ഫ്യൂവലിലേക്ക് മാറാം. അപ്പോൾ ഇത് നമ്മുടെ EV അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ ഇൻഡസ്ട്രിക്ക് ഒരു പോസിറ്റീവ് കാര്യമായിരിക്കും. പക്ഷെ ഇപ്പം പബ്ലിക്കലി ഓടുന്ന ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ലൈക്ക് ഇപ്പോൾ HPCL, IOCL അതുപോലെ BPCLന്റെ മാർജിനിൽ വലിയൊരു പ്രഷർ ഇത് കൊണ്ടുവന്നേക്കാം. കാരണം ഗവൺമെന്റ് ഈ ഒരു യുദ്ധത്തിന്റെ ഭാരം സാധാരണ ജനങ്ങളുടെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കും. പലരിൽ നിന്നും നമ്മൾ കേട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു സംഘർഷം G20 ഈയിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ മെഗാ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അത് അവസാനിപ്പിച്ചു എന്ന്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. കടൽ മാർഗം വഴി ഇന്ത്യയും UAEയും ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടാണിത്. എന്നിട്ട് റെയിൽ കണക്ടിവിറ്റി UAEയിൽ നിന്ന് സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേലിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ പണിയും. എന്നിട്ട് ഈ ഒരു കണക്ടിവിറ്റി ഇസ്രായേലിന്റെ ഹൈഫ പോർട്ടുമായിട്ട് യൂറോപ്പിലേക്ക് കടൽ മാർഗം വഴി ബന്ധിപ്പിക്കും. ഈ ഗ്രൂപ്പിലെ പല അംഗങ്ങൾക്കും ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടാണെങ്കിലും പെട്ടെന്നുള്ള ഈ ഒരു പ്രതിസന്ധി കാര്യം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇപ്പോൾ ഗ്ലോബൽ എക്കോണമി ഓൾറെഡി സ്ലോ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സംഘർഷം നമ്മുടെ രാജ്യത്തിന് പുതിയ വെല്ലുവിളികളാണ് എക്സ്റ്റേണൽ ട്രേഡിൽ കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇസ്രായേൽ-ഹമാസ് യുദ്ധം എങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു യുദ്ധം ഇന്ത്യൻ ഇക്കോണമിനെ ബാധിക്കുമെങ്കിൽ അതെന്തായാലും നമ്മുടെ രാജ്യത്തെ കമ്പനികളെയും ബാധിക്കും. അപ്പോൾ കമ്പനികളെ ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാം. അപ്പോൾ മൺഡേ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും, മൊത്തം മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ മുന്നേറിയപ്പം യുദ്ധത്തിന്റെ ചുമന്ന നിറം അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും നമ്മൾ കണ്ടു. ബട്ട് എത്ര നാൾ ഇത് നീണ്ടു നിൽക്കും? റഷ്യൻ യുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് മാർക്കറ്റിലെ വോളറ്റിലിറ്റി ഒരുപാട് കാലം നീണ്ടു നിന്നതൊക്കെ. അപ്പം ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇസ്രായേൽ യുദ്ധം മൂലം ഭാവിയിൽ എന്തെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. സോ നമുക്ക് ഇനി നോക്കാം ഏതൊക്കെ സെക്ടറാവും ഈ ഒരു യുദ്ധത്തെ കാരണം ബാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറാണ്. അപ്പോൾ ഇന്ത്യൻ ഫാർമ കമ്പനികളെ കുറിച്ച് നമ്മൾ പറയുമ്പം എല്ലാവരും പറയുന്ന ഒരു കമ്പനിയാണ് സൺഫാർമ. ഇപ്പം സൺഫാർമയ്ക്ക് ഒരു സബ്സിഡറി ഉണ്ട്, ടാരോ ഫാർമ. അപ്പോൾ ഇത് ഇസ്രായേൽ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ സൺഫാർമയ്ക്ക് ഈ ഒരു കമ്പനിക്ക് 72% സ്റ്റേക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ഇക്കോണമിയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ബാധിക്കപ്പെടുവാണെങ്കിൽ അതേ ഒരു രാജ്യത്തിലെ കമ്പനികളും ബിസിനസ്സുകളും എത്രമാത്രം ആഴത്തിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ സൺഫാർമ അല്ലാതെ വേറൊരു മേജർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ്, ലുപ്പിൻ അതുപോലെ ടോറൻ ഫാർമയ്ക്കും ഇസ്രായേലിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇത് സൺഫാർമ പോലെയല്ല, ഇത് എക്സ്പോർട്സിന്റെ രീതിയിലാണ് വരുന്നത്. ഇനി അടുത്ത് പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ്. ഇപ്പോൾ റഷ്യൻ യുദ്ധ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടത്തും ന്യൂസിൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനെ കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പം എല്ലാം കൂടി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ലോജിസ്റ്റിക്സിലെ പ്രശ്നങ്ങൾ കാരണം ഏതെങ്കിലും കമ്പനിയെ നേരിട്ട് ബാധിക്കുമെങ്കിൽ അത് അദാനി പോർട്സ് ആണ്. അപ്പോൾ അദാനി പോർട്സ് പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന ഹൈഫ പോർട്ടാണ് അതിന്റെ കാരണം. എന്നിരുന്നാലും അദാനി പോർട്ടുകളുടെ മൊത്തം ചരക്ക് വോള്യത്തിൽ ഈ ഒരു പോർട്ട് 3% മാത്രമാണ് സംഭാവന ചെയ്യുന്നത്. എന്നാലും മാനേജ്മെന്റ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഗ്രൗണ്ട് ലെവലിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇപ്പം നമ്മൾ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടായിരുന്നു ഈ ഒരു യുദ്ധം കാരണം ഗ്ലോബൽ ക്രൂഡ് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് എഫക്ട് നമ്മുടെ OMCs നമുക്ക് കാണാം, അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ. അപ്പോൾ ഇതിലിപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളെ നിങ്ങൾ നിരീക്ഷിക്കണം. ഇൻഫാക്ട് നിങ്ങൾക്ക് ONGC, ഓയിൽ ഇന്ത്യ, മഹാനഗർ ഗ്യാസ് അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസും നിങ്ങളുടെ റഡാറിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പം ഈ ഒരു യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ വോളറ്റിലിറ്റി നമുക്ക് കാണാം. അപ്പോൾ ഇത് കാരണം OMCs മാത്രമല്ല ഓട്ടോമോട്ടീവ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കമ്പനികളിലും ഒരു ഇളക്കം കാണാം. അപ്പം ഏത് കമ്പനിയാണ് ഇതിലേക്ക് വരുന്നത്? കാസ്ട്രോൾ ഇന്ത്യ. അപ്പോൾ എപ്പോഴൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നോ അപ്പോഴൊക്കെ ഈ ഒരു കമ്പനികളിൽ ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസും ഇത് കാരണം ബാധിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്ധന വിലയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വില ചില ഇൻഡസ്ട്രീസിനെ നേരിട്ട് ബാധിക്കാം, ലൈക്ക് ഇപ്പോൾ പെയിൻറ് ഇൻഡസ്ട്രീസിനൊക്കെ. അപ്പോൾ പെയിൻറ് ഇൻഡസ്ട്രീസ് ഒക്കെ ഡയറക്റ്റ്ലി ക്രൂഡ് ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് അവരുടെ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഈ ഒരു വിലയൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സാധിക്കില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, ഇൻഡിഗോ പെയിൻറ്റ്സിലൊക്കെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് കാണാം. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ഡയമണ്ട് ആൻഡ് ജ്വല്ലറി ആണ്. അപ്പം ഇസ്രായേലിന്റെ കയറ്റുമതിയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനിൽ ഒന്നാണ് ഡയമണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മൈനിങ്ങിന് പകരം കട്ടിംഗ് ആൻഡ് പോളിഷിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നതാണ് ഈ രാജ്യം. അപ്പം ഇത് കാരണം കൊണ്ട് ഇന്ത്യയിൽ ഡയമണ്ട് അതുപോലെ ജ്വല്ലറി എക്സ്പോർട്ടേഴ്സ് ഒക്കെ ടെൻഷനിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യ ഇസ്രായേലിലേക്ക് $1.2 ബില്യൺ മൂല്യമുള്ള ജ്വല്ലറി ആൻഡ് ഡയമണ്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്തത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കല്യാൺ ജ്വല്ലേഴ്സ്, ടൈറ്റൻ പോലത്തെ ഇന്ത്യൻ കമ്പനികൾ ഫോക്കസ് തുടരാം. ഇതുകൂടാതെ അടുത്തൊരു സെക്ടർ IT ആൻഡ് ടെക്നോളജി ആണ്. അപ്പോൾ റീസെന്റ് US ജയന്റായ ഇന്റൽ ഇസ്രായേൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർ സെമി കണ്ടക്ടർ ചിപ്പ് സോഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ. അപ്പോൾ ഇൻഫാക്ട് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ഈ ഒരു ഡീലിന്റെ മൂല്യം $25 ബില്യൺ ആണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കാരണം പല ഗ്ലോബൽ പ്ലേയേഴ്സ് ലൈക്ക് ഇപ്പം സാംസങ് ഒക്കെ ബാധിക്കപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതുകൂടാതെ ഇന്ത്യയിൽ പല IT പ്ലേയേഴ്സിനും അവരുടെ സർവീസുകൾ ഇസ്രായേലിൽ നൽകുന്നുണ്ട്. ലൈക്ക് ഇപ്പം TCS, ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര, വിപ്രോ ഒക്കെ. ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ബ്രോമിൻ എന്ന പേരിലുള്ള ഒരു കെമിക്കലിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇസ്രായേൽ. അപ്പം ഇന്ത്യയും ഈ ഒരു കെമിക്കലിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പുറകിലല്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബ്രോമിന്റെ മെയിൻ പ്ലെയർ ആർക്കെയിൻ കെമിക്കൽസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെയിൻ്റെ ഷെയർ പ്രൈസിൽ ഈ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ട്യൂസ്ഡേ ട്രേഡിംഗ് സെഷനിൽ 4% ക്ലോസ് ചെയ്തത്. അപ്പം ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു ഇമ്പാക്ട് ഭാവിയിൽ എത്ര നാളത്തേക്ക് നീണ്ടുപോകും, ഏത് രീതിയിലാവും ഇത് വരുന്നത്, അത് ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ പ്രശസ്ത കവിയായ മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ബട്ട് ഇറ്റ് ഓഫൺ റൈംസ്. അപ്പോൾ പഴയ യുദ്ധങ്ങളൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ സമാനമായ ചിലത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ തവണയും അതിന് സാധ്യതയുണ്ടോ? അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ മാർക്കറ്റ് ഇപ്പോഴും കറക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് കഴിയുമോ? അപ്പോൾ ബൈ ടൈം മാത്രമേ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഏത് കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവും ഈ ഒരു യുദ്ധത്തിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്? അപ്പോൾ നിങ്ങളത് കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.